ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയ്ക്ക് സമീപം അമരവളയിൽ കണ്ണൻകുഴി അമരവള റെയിൽവേ സ്റ്റേഷൻ സമീപത്തായിട്ട് ഗ്രീൻസ് നഴ്സറിയിലാണ്. നമുക്ക് ഒത്തിരിയധികം ഫലവൃക്ഷങ്ങളുടെ ഒരു നല്ല അടിപൊളി ഒരു കളക്ഷനുള്ള നഴ്സറിയാണ് കേട്ടോ. ഇവരുടെ വീഡിയോ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ നമുക്ക് വന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വില പറഞ്ഞിട്ടില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിമം കാണിക്കുന്ന ചെടികളുടെ എല്ലാം വിലയും അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് നമുക്കിവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇവർക്ക് ഇവിടെ ഓൺലൈൻ ഡെലിവറി സംവിധാനം ഇല്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ദൂരേക്ക് ഒരിടത്തും കയറ്റി വിടത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം ഇവിടെ വന്ന് നേരിട്ട് കണ്ട് ക്വാളിറ്റി ഉറപ്പാക്കി നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോകാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ നഴ്സറിയിൽ തെങ്ങിൻ്റെ ഏകദേശം 20ഓളം വെറൈറ്റി തൈകൾ ഇവിടെ ഉണ്ട്. അതായത് കാക്കാറ തൈയുണ്ട്, തടിയായി തുടങ്ങി. അത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന നമുക്ക് തെങ്ങ് നാടൻ തെങ്ങുണ്ട്. നാടൻ തെങ്ങ് നമ്മൾ കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ്. 50 രൂപയ്ക്കാണ് നാടൻ തെങ്ങ്. നല്ല ക്വാളിറ്റി. വില ചോദിക്കാൻ കാരണം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലേ ഈ വില പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിറയെ ആൾക്കാർ പറയും വില പറയാണ്ട് ഒരു പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് നേരിട്ട് വന്ന് സാധനം കണ്ടെടുത്താൽ അതെ അതെ തൈ ക്വാളിറ്റി നേരിട്ട് വന്ന് കണ്ട് തൈ സെലക്ട് ചെയ്തെടുക്കുക. വിലയും തൈയുടെ ക്വാളിറ്റിയും കണ്ടെടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നില്ല. ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഇതിൽ പറയുന്ന വില എന്ന് പറയുന്ന ഓരോ സൈസിനായിരിക്കും. സൈസ് അനുസരിച്ചിട്ടായിരിക്കും അനുസരിച്ച് ഓരോ വെറൈറ്റി പ്ലാന്റിന്റെ വിലകൾ മാറി വരും. അതെ, നമുക്കിപ്പോൾ ഈ പ്ലാവിൻ തൈകളാണെങ്കിൽ 30 രൂപ നമുക്ക് വിയന്ന സൂപ്പറുകളുടെ പ്ലാവിൻ തൈ 30 രൂപയും തായ്ലാൻഡ് റെഡിന്റെ തൈ 35 രൂപയും എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ള എല്ലാ തൈയും ആവിലേക്കല്ല കൊടുക്കുന്നത്. ഈ 2 തൈ ഞാൻ പട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ആവിലേക്ക് കൊടുക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷം കൊണ്ട് ഞാൻ ഈ വിലയ്ക്കാണ് നമ്മുടെ നഴ്സറിയിൽ അത് കൊടുക്കുന്നത്. ഇതിൽ ഇത്തിരി വളർന്ന ചെടികളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വില മാറും. ക്വാളിറ്റി അതായത് എല്ലാ തൈ നമുക്കിവിടെ 30 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 രൂപ വിലയുള്ള പ്ലാന്റുകളും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഗംഗാപോണ്ട തൈ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് നഴ്സറിക്കൊക്കെ ഒരുമിച്ച് കൂടുതൽ എടുക്കുന്നവർക്ക് അതിൽ നമ്മൾ വില താഴ്ത്തി കൊടുക്കും. അതെ, നമുക്ക് ഈ ഗംഗാപോണ്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഗംഗാപോണ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് കരിക്കിനാണ് കൂടുതൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ചെറുതിലെ 3 വർഷം 2.5 വർഷം ശരിക്കും കൂമ്പ് വന്ന് കാച്ചു തുടങ്ങുന്നത് തെങ്ങാണ്. അതായത് കുഴിക്കാതിരുന്ന കാച്ചു തുടങ്ങും. തറയിൽ തന്നെ ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ തറയിലിരുന്ന് കായ്ക്കുന്ന വെറൈറ്റി തെങ്ങാണ്. കരിക്കിനാണ് കൂടുതൽ ഉപയോഗിക്കുക. ഉൾക്കട്ടി കുറവായിരിക്കും. കരിക്കിന് നമ്മൾ ഈ സോഡ വെള്ളം ഒഴിക്കുന്ന പോലെ പതഞ്ഞു വരുന്ന ഏറ്റവും മധുരമുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഗംഗാപോണ്ടം എന്ന് പറഞ്ഞാൽ. അത് അതിൻ്റെ കായ്ഫലം എന്ന് പറഞ്ഞാൽ 2.5 വർഷം ആകുമ്പോൾ അത് കൂമ്പ് വന്ന് കാച്ചു തുടങ്ങുമെങ്കിലും ഒരു മാക്സിമം ഒരു 20 വർഷം അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ കായ്ഫലം കുറയും. അതിൻ്റെ ആയുസ് അത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത് വേറെ ഇവിടെ കുറ്റിയാടിയുണ്ട്, രാംഗംഗയുണ്ട്, ടീൻഡുടിയുണ്ട്, ഇതെല്ലാം പെട്ടെന്ന് കായ്ക്കുന്നത്. അതൊക്കെ 3 വർഷം 3.5 വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കുന്നത്. 4 വർഷം ആകുമ്പോൾ കായ്ക്കുന്നുണ്ട്. കുറ്റിയാടിയൊക്കെ 4 വർഷമാകും കായ്ക്കും. നമ്മുടെ പിന്നെ ഏറ്റവും ഇപ്പോൾ മൂവിംഗ് ഉള്ള നല്ലൊരു വെറൈറ്റി തെങ്ങ് ഇവിടെ ഉണ്ട്. ഇത് ഈ ഇരിക്കുന്നതല്ല, അതാണ് ശ്രീലങ്കൻ്റെ ഒരു വെറൈറ്റിയാണ്. അതായത് ഞാൻ നല്ല വലിപ്പമുള്ള അതായത് ഈ വലിപ്പം എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പമുള്ളതാണ്. ശ്രീലങ്കയിലൊക്കെ ആഹാരം കഴിക്കാൻ പാത്രമായിട്ടൊരു അതിൻ്റെ ചിരട്ടയാണ് പോയത്. അത്രയും വലിപ്പമുള്ള തേങ്ങയാണ്. അതായത് നമ്മളെ നാടൻ തേങ്ങ ഒരെണ്ണവും ആ വലിയ തേങ്ങ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. അത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാടൻ ഒരു തേങ്ങയുടെ 5 ഇരട്ടി വലിപ്പം ഉണ്ടാവും ഈ ശ്രീലങ്കൻ്റെ തേങ്ങ. ഇത് നമ്മളിവിടുത്തെ നാടൻ തേങ്ങയാണ്. ഇതാണ് അതെ ഇത് കുലുക്കി നോക്കിയാൽ ഭയങ്കര ഹെവിയാണ്. അതായത് നല്ല ഉൾക്കട്ടിയും ഓയിൽ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളൊരു തെങ്ങാണ് ഈ ശ്രീലങ്കൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ സാധാരണ ഞാൻ ഇവിടെ 2-3 തേങ്ങ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പണ്ടൊന്നുണ്ടായിരുന്നു ഇങ്ങനെ വലിപ്പമുള്ള തേങ്ങയായിരുന്നു. പക്ഷെ ഒരു 4-5 തെങ്ങ് അല്ല, അത് കപ്പ തേങ്ങ എന്ന് പറയുന്നത് നമ്മളോട് അതൊരു 5, 6, 7 തേങ്ങ കായ്ക്കുള്ളൂ. അത് തേങ്ങ നല്ല വലിപ്പമായിരിക്കും. അത് ചിലപ്പോൾ പിന്നെ ചില്ലിയുടെ സീസൺ എന്ന് പറഞ്ഞൊരു സീസണുണ്ട്. ആ സമയങ്ങളിൽ എണ്ണം കുറവായിരിക്കും. ഈ തെങ്ങ് എന്ന് പറഞ്ഞാൽ ആൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതായത് ഒരു കൊലയിൽ 15 മുതൽ 30ഓളം തേങ്ങ വരെ ഒരു കൊലയിൽ എല്ലാ സീസണിലും അത്രയും വലിപ്പം ഉണ്ടാവും. അതായത് ഇതിന് പിന്നെ വേറെ പ്രത്യേകത കേട് സാധ്യത തീരെ കുറവാണ്. കൂമ്പ് പണ്ട കുരുത്തല മധുരം തീരെയില്ല. ആയത് കാരണം കൊമ്പഞ്ചലി ചമ്പഞ്ചലിയുടെ ആക്രമണം ഉണ്ടാവാറില്ല. 3.5 വർഷം ആകുമ്പോൾ കാച്ചു തുടങ്ങുക. 80 വർഷത്തോളം നമുക്ക് കായ്ഫലം തരുന്ന ഏറ്റവും നല്ല ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ശ്രീലങ്കൻ്റെ തെങ്ങ്. വ്യാവസായികമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല തെങ്ങാണ് ശ്രീലങ്കൻ്റെ തെങ്ങ്. അതെ, നമുക്ക് ഇതിന്റെ തൈകൾ എത്ര രൂപ? തൈ നമ്മളിവിടെ 450 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഞാൻ വില പറഞ്ഞിട്ടുണ്ട്, 450 രൂപയ്ക്കാണ് തൈ വരുന്നത്. ഒരുമിച്ച് കൂടുതൽ എടുക്കുന്നവർക്ക് ഞാൻ അല്പം കൂടെ വില അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കാം. നമുക്കത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 50 രൂപ തൊട്ടുള്ള തൈകളുണ്ട് കേട്ടോ. മാക്സിമം നമുക്ക് ഇതിലും കൂടിയ തൈകളുണ്ടോ? ഇനി ഇതിന്റെ ഈ പിന്നെ രാംഗംഗ തൈതിനേക്കാളും വില കൂടുതലാണ്. അത് വലുതായിരിക്കും. അത് വലുതല്ല, അത് കുറച്ചുകൂടെ ചെറുതിലെ കായ്ക്കുന്നതാണ്. അത് കുറച്ച് ചെറിയ തേങ്ങയാണ്. അതും കേട് സാധ്യതയില്ലാത്തൊരു വെറൈറ്റി തെങ്ങാണ്. അത് ഒരു തൈ 750 രൂപ. 750 രാംഗംഗയാണെങ്കിൽ 750. അപ്പൊ നിങ്ങൾ ഇനത്തിനനുസരിച്ചിട്ട് ഈ വില വരും കേട്ടോ. ഇപ്പൊ ചില ആൾക്കാർ ഇവിടെ വന്ന് സാധനം എടുത്തതിന് ശേഷം നമ്മുടെ കമന്റിൽ വന്ന് പറയും നിങ്ങൾ വീഡിയോ പറഞ്ഞ വിലയല്ല ഇതാണ്. അപ്പൊ അത് ഓരോ ഇനത്തിനനുസരിച്ചും വില വരും. നമുക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വെറൈറ്റി തെങ്ങും ഫ്രൂട്ട് പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിലുണ്ട്. അതെ, ഇവിടെ ഇഷ്ടംപോലെ സാധനമാണ് കേട്ടോ. നമ്മൾ ഈ പറയും പോലെ തെങ്ങും പ്ലാവും മാത്രമല്ല, 100 കണക്കിന് ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രമാണുള്ളത്. ചെറുത് വലുത്, അതായത്
നമുക്ക് ഏകദേശം ഒരടി മുതൽ 10 അടിയോളം, അതായത് ഈ നിൽക്കുന്ന മാവുകളെല്ലാം 10 അടിയോളം ഹൈറ്റുള്ള നമ്മളെ കോട്ടർകുട വരിക്കയുടെ മാവാണ്. 10 അടി കൂടുതൽ ഹൈറ്റ് വരും. ഇതെല്ലാം കാച്ച തൈകളാണ്. ഇത് നമ്മൾ 1200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആ ഉള്ള കാച്ച മാവിന്റെ തൈകൾ 1200 ഏകദേശം 7 അടി കൂടുതൽ. 7 അടി ഇത് 10 അടിയോളം ഹൈറ്റ് വരും. 7 അടി 10 അടി 5 അടി 3 അടി 2 അടി 1 അടി 1 അടി ഏറ്റവും കുറഞ്ഞ അതൊക്കെ 200 രൂപയാണ്. നമ്മുടെ 200 രൂപ തൊട്ട് 1200 രൂപ തൈകൾ. ഇത് നമുക്ക് ഈ ഒരു സൈസൊക്കെയാണ് നോർമലി വരുന്നത് 450 രൂപ അല്ലേ? ഇത് 450 രൂപ. ഇത് ശ്രീലങ്കൻ്റെ ഈ വെറൈറ്റി തെങ്ങ് 450 രൂപയാണ്. അതായത് നാടൻ തെങ്ങ് ഒരെണ്ണം 5 എണ്ണം വയ്ക്കുന്നതിൻ്റെ ഗുണം കിട്ടി ഈ ശ്രീലങ്കൻ്റെ ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ശരി ശരി. ഈ ഇരിക്കുന്നത് ശ്രീലങ്കൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിപ്പെട്ട തെങ്ങ് തൈയാണ്. അത് ഞാനൊന്ന് പിഴുത് കാണിക്കാം. എൻ്റെ വലിപ്പം അത് ഇത്രയും വലിപ്പമുണ്ട്. ഇത്രയും വലിപ്പമുള്ള തൈകളാണ് അവിടെ ഇരിക്കുന്നത്. ഇതാണ് ഈ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഇത് നമുക്ക് വ്യാവസായികമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി തെങ്ങാണ്. ഇന്നുള്ളതിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ് ശ്രീലങ്കൻ്റെ ഈ വെറൈറ്റി തെങ്ങ്. അപ്പോൾ ഈ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വിസിറ്റ് ചെയ്യുക. അമരവിള കണ്ണൻകുഴി, നമ്മുടെ നെയ്യാറ്റിങ്കര അമരവിള കണ്ണൻകുഴിയിൽ റെയിൽവേ സ്റ്റേഷൻ സമീപം ഗ്രീൻസ് നഴ്സറി. അപ്പോൾ ഇവിടെ ഓൺലൈൻ ഡെലിവറി സംവിധാനം ഇല്ല, ഞാൻ എടുത്തെടുത്ത് പറയുവാണ്. നേരിട്ട് നിങ്ങളെ വിസിറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഓപ്പൺ ആണല്ലേ? രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ ഉണ്ട്. ഞായറാഴ്ച 10 മണി മുതൽ വൈകുന്നേരം 6 വരെ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്താൽ ഇവിടെ എപ്പോഴും ആളുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്യുക, എടുത്തിട്ട് പോവാം. നമ്മളെ കൊണ്ട് നട്ടു കൊടുക്കണമെങ്കിൽ നിങ്ങൾ നട്ടു കൊടുക്കും. അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ പ്ലാന്റ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നടാൻ സൗകര്യം ഇല്ലാത്തവർക്ക് നമ്മൾ പ്ലാന്റ് ചെയ്ത് ബാരൽ നട്ടു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാരലിൽ അത് നമുക്കിപ്പോൾ ഒരു മാവിൻ തൈ നിങ്ങൾക്ക് നട്ടു കൊടുക്കണമെങ്കിൽ ഒരു ബാരലിൽ സെറ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപയാവും? അത് നമുക്ക് ബാരൽ 500 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുക്കുന്ന പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചുള്ള ക്വാളിറ്റി അല്ല, മണ്ണിന് അഡീഷണൽ പോട്ടി മിക്സ് ആണ്, അതിന് പ്രത്യേകം വരും. അതിപ്പോൾ അത് ആ ഓരോ ബാരലിന്റെ സൈസ് അനുസരിച്ച് അതിനനുസരിച്ചുള്ള റേറ്റ് വരും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമുക്കൊരു 1200 രൂപയുടെ ഒരു മാവിൻ തൈ എടുത്ത് നമുക്കൊരു 500 രൂപയുടെ ബാരലിൽ മണ്ണെല്ലാം വെച്ച് സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് എത്ര രൂപ കോസ്റ്റ് വരും? നമ്മൾ പോട്ടി മിക്സിന് 350 രൂപ ഈടാക്കുന്നുണ്ട്. പിന്നെ പ്ലാന്റ് 1200 രൂപയാണെങ്കിൽ 1200. ഏകദേശം ഒരു ബാരൽ 500 അത്ര നമ്മൾ ചാർജ് ചെയ്യും. ഏകദേശം റൗണ്ട് ചെയ്ത് ഒരു 2000 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എവിടെ ആയാലും ഈ സാധനങ്ങൾ വീട്ടിൽ വേണമെങ്കിൽ എത്തിച്ചേരാം. അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും. അത് നമ്മൾ വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്ത് ചെയ്യും. പിന്നെ അതുപോയിട്ട് നടാൻ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് നട്ടു കൊടുക്കാനും ആൾക്കാർ. പിന്നെ 50 സെന്റിൽ കൂടുതലുണ്ട്. ഇപ്പോൾ എത്ര ഏക്കർ ഉണ്ടെങ്കിലും നമ്മൾ കിറ്റാച്ചി JCBയും നമ്മുടെ ഇതിനെക്കുറിച്ച് പ്രാഗൽഭ്യമുള്ള ആൾക്കാർ അത് പോയി ഭംഗിയായിട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് ചെയ്തു. പുള്ളിക്കാരൻ്റെ വീട്ടിൽ ശരിക്കും ഒരു തോട്ടം കണക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ എത്ര സെന്റ് വരും? ഒരു 50-60 സെന്റ്. ഒരു 65 സെന്റിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് അതെല്ലാം കാച്ചുകൂടെ. ഏകദേശം 15 വർഷം കൊണ്ട് ഞാൻ തുടങ്ങിയ പരിപാടിയാണ്. അതെല്ലാം നല്ല മദർ പ്ലാന്റ് ആയിട്ട് നന്നായിട്ട് കാച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ധാരാളം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളെല്ലാം അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് നമുക്ക് അതുപോയിട്ട് 50 സെന്റ് മുതൽ എത്ര ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും ഈ ട്രിവാൻഡ്രം ജില്ലയിൽ മറ്റുള്ള ദൂരത്ത് ഞങ്ങളിപ്പോൾ പോകുന്നില്ല. JCBയും കിറ്റാച്ചിയോ അതിന് വേണ്ടുന്ന പണിക്കാരുമായിട്ട് പോയിട്ട് ഇതെല്ലാം ഭംഗിയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് അഡീഷണൽ ചാർജ് ഒന്നുമില്ല. പ്ലാന്റിന്റെ പൈസ ഈ വരുന്ന പണിക്കാരുടെ ലേബർ അത്രേ ഉള്ളൂ. അഡീഷണൽ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. ശരി. അതിൽ നമ്മുടെ നഴ്സറിയിൽ ഈ മാവിൻ്റെ ഈ ഇരിക്കുന്നതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റികളാണ്. അതായത് ഈ പോർഷനിൽ ഇരിക്കുന്നുണ്ട്. ആ ബോർഡിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റങ്ങളുടെ പിക്ചറും അതിൻ്റെ പേരും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ എല്ലാ മാവുകളിലും പ്രത്യേകം ടാഗ് ചെയ്ത് തരംതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പറഞ്ഞു തരുന്നത് മാറാറില്ല. അത് വരുന്നവർക്കും അത് പ്രശ്നം വരാറുണ്ട്. കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞത് കായ്ക്കുന്നത് വേറെ ഏതെങ്കിലും ഇല്ല അങ്ങനെ ഒരിക്കലും അത് മാറാറില്ല, മാറി വരാറില്ല. ഇവിടെ എല്ലാ തൈകളിലും ടാഗ് ചെയ്തിട്ടുണ്ട്. ടാഗ് ചെയ്ത് അതിന്റെ പിക്കും അതിന്റെ പേരും എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ബഡ് തൈയുണ്ട്, കൊണ്ട ഗ്രാഫ്റ്റ് തൈയുണ്ട്. ഈ ഇരിക്കുന്നൊക്കെ ഗ്രാഫ്റ്റ് തൈയാണ്. ഗ്രാഫ്റ്റ് തൈയാകുമ്പോൾ പെട്ടെന്ന് കേട് സാധ്യതയില്ല, പെട്ടെന്ന് കായ്ക്കുന്ന നല്ല വെറൈറ്റിയാണ് ഈ കൊണ്ട ഗ്രാഫ്റ്റ് തൈ എന്ന് പറയുന്നത്. ഇത് ബനാന മാങ്കയുടെ എല്ലാ വെറൈറ്റിയാണ്. ഈ കാണുന്ന റെഡ് ആണ് ബനാന മാങ്കയുടെ റെഡ് വെറൈറ്റിയാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കായ്ക്കാറുണ്ട്, ധാരാളം കായ്ക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് ഈ മൊബൈലിൽ ഒരു പിക്ചർ പുള്ളി ഇവിടെ വന്നിട്ട് വാട്സപ്പിൽ കാണിച്ചു തന്നിട്ട് അയച്ചു തന്നിട്ട് പോയി. അതായത് ഈ ബനാന മാങ്ക ഏകദേശം ഒരു മാങ്ങ 3/4 അടിയോളം നീളമുണ്ട്. അതിന്റെ സീഡ് നമ്മൾ സ്കെയിലിൻ്റെ അത്ര കനമേ ഉള്ളൂ. അരിമാവ് പോലെ കഴിക്കാനായിട്ട് പിരിപിരിപ്പും ഭയങ്കര ടേസ്റ്റുള്ള നല്ല മാവാണ്. അപ്പോൾ അയാൾക്ക് എല്ലാ മാങ്ങ ബാരലിൽ കാച്ചത് കൊണ്ട് അദ്ദേഹം വന്നിട്ട് അതിൻ്റെ ആ റെഡ് വെറൈറ്റി ഒരെണ്ണം കൂടെ കഴിഞ്ഞ ദിവസം വന്ന് എടുത്തിട്ട് പോയി. നല്ല മാങ്ങ. ആൾക്കാർ ധാരാളം സെൽഫി വരെ എടുത്തിട്ട് പോകുന്നു പറഞ്ഞു വീട്ടിൽ. ഈ കാര്യം വെച്ചാൽ മാങ്ങ കാച്ചിരിക്കുന്ന ഭംഗി കണ്ടിട്ട് വീടിന്റെ മുറ്റത്തെ അവരിങ്ങനെ ആരും കാണാതെ മറച്ചാണ് ഇട്ടേക്കെന്ന് പറഞ്ഞു. ആൾക്കാർ ശല്യമുണ്ട്. അത്രയും കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി മാവായിരുന്നു അത്. ഈ കാണുന്നതാണ് ചില്ലി മാങ്കോ. അതായത് നമ്മളെ ബജിമുളകിൻ്റെ അത്രയും വലിപ്പമുള്ള ആ വെറൈറ്റി പെടുന്നൊരു മാവാണ്
ചില്ലി മാങ്കോയുടെ കൊണ്ട ഗ്രാഫ്റ്റും ബഡ് തൈകളാണ് ഈ കാണുന്നത്. അപ്പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ നാംഡോക്ക് മായുടെ 2 വെറൈറ്റി ഉണ്ട്. അതായത് നാംഡോക്ക് മായുടെ പർപ്പിൾ വെറൈറ്റി ഉണ്ട്. പർപ്പിൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വയലറ്റ് പർപ്പിൾ. അതെ, അത് ഈ കാണുന്ന നാംഡോക്ക് മായുടെ കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. ഇത് നമുക്ക് ബാരലിൽ നട്ടു വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാവാണ്. മാവ് കാണാനും ഭംഗിയായിരിക്കും. ആൾ സീസണാണ്. സീസണിൽ എല്ലാ സമയത്തും കായ്ക്കുന്ന ഒരു വെറൈറ്റി മാവാണ് നാംഡോക്ക് മായി. ഇതൊക്കെ നമുക്ക് വീടിന്റെ മുറ്റത്ത് ഭംഗിയാക്കി, പഴയ മാവ് പോലല്ല, അതൊക്കെ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ വലുതായിട്ട്. ഇത് ചെറുതിൽ മാവിനേക്കാളും ഭംഗിയായിരിക്കും ഇതിനെ കാച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാനായിട്ട്. ഭയങ്കര ഒരു അലങ്കാര ചെടി പോലെ വീട് മുറ്റത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത്. ആൾക്കാർ കൂടുതലും ഇപ്പോൾ പ്രസന്റേഷൻ വീട് പാല് കാച്ച് ബന്ധു വീട്ടിൽ പോകുമ്പോൾ പ്രസന്റേഷനായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നാംഡോക്കുമായി ബനാന മാംഗോ, മിയാസാക്കി ഇങ്ങനെയുള്ള മാവുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഒരു 3-4 കസ്റ്റമറെങ്കിലും എല്ലാ സമയത്തും ഓർമ്മിക്കുമല്ലോ. അതുപോലെ ഈ കാണുന്നത് മിയാസാക്കിയുടെ 2 വെറൈറ്റി ഉണ്ട്. റെഡ് ഉണ്ട്, പർപ്പിൾ കളറും ഉണ്ട്. 2 വെറൈറ്റി ഉണ്ട്. ഇതും എല്ലാം കൊണ്ട ഗ്രാഫ്റ്റും ബഡും ഇതിന്റെ വലുതും ചെറുതായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്നില്ല മിയാസാക്കി. അതായത് മിയാസാക്കി എന്ന് പറയുമ്പോൾ ജപ്പാന്റെയാണ്. 1 കിലോ മാമ്പഴം 3 ലക്ഷം രൂപയോളം വിലയുണ്ടെന്ന് പറയുന്ന ആ വെറൈറ്റി പെടുന്ന മാവാണ് ഈ മിയാസാക്കി. ഇതിന്റെ ചെറുതും വലുതായ പ്ലാന്റുകൾ ധാരാളം ഇരിപ്പുണ്ട് ഇവിടെ. ശരി. ഇവിടെ മാവിന്റെ തന്നെ എനിക്ക് ഒരു 20 മേളിൽ വെറൈറ്റീസ് ഉണ്ടെന്നോ? മാവില്ല, നമുക്ക് ഏകദേശം ഒരു 40-45ഓളം വെറൈറ്റി മാവുണ്ട്. ഇത് നമുക്ക് പ്രത്യേക സ്പെഷ്യൽ വെറൈറ്റി മാവാണ്. മാവിൻ തൈകൾ നമുക്ക് എത്ര രൂപ ഇവിടെ കിട്ടാനുണ്ട്? നമുക്ക് ചെറിയത് 150 രൂപ മുതൽ നമുക്ക് മാവിന്റെ വരിക്ക മാവ്, കലപ്പാടി മാവ്. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് രുചി എന്ന് പറഞ്ഞാൽ കോട്ടക്കോണം വരിക്ക വേറൊരു ലെവലാണ്. നമ്മുടെ തിരുവനന്തപുരംകാരുടെ പ്രത്യേക ഒരു വെറൈറ്റി ആണല്ലോ. അത് കേട് സാധ്യതയില്ല. എന്റെ തോല് കട്ടി ഉള്ളത് കാരണം പുഴുക്കുത്ത് കേട് വരാത്ത നല്ലൊരു വെറൈറ്റി മാവാണ്. അതെല്ലാം നല്ല മധുരമാണ്. അഖില, ഈ കാണുന്നതാണ് നമ്മളെ ബ്ലാക്ക് മാംഗോ. അതായത് മാങ്ങയേക്കാൾ ഭംഗിയാണ് മാവ്. അതിന്റെ തിളിര് വരുമ്പോഴത്തേക്ക് ആ ഇലയുടെ ഭംഗിയുണ്ടോ? കറുത്തിരിക്കുന്നുണ്ട്. ഇതൊരു കാപ്പിപ്പൊടി ഡാർക്ക് ബ്ലാക്ക് കളർ പോലെ ഇരിക്കും ഇതിന്റെ തിളിര് വരുന്ന സമയത്ത്. ഇതിന്റെ മാങ്ങ കായ്ക്കുന്ന സമയത്ത് മാങ്ങയുടെ പുറം കറുപ്പായിരിക്കും, അകം നല്ല ചുവപ്പ് കളറായിരിക്കും. ബ്ലാക്ക് മാംഗോ. ഈ കാണുന്നത് നമ്മളെ കോട്ടൂർക്കുണം വരിക്ക, നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യാലിറ്റി ആയ ഒരു മാവാണ് കോട്ടൂർക്കുണം. ഇത് വേണ്ട ധാരാളം കാച്ചി. ഇതും പുഴുക്കുത്ത് കേടൊന്നും വരാത്ത നല്ലൊരു വെറൈറ്റി മാവാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ? അതെ. എത്ര രൂപ? ഇതിന്റെ ചെറിയത് നമുക്ക് 150 രൂപ മുതൽ. അതെ. ബഡ് ഇതെല്ലാം നമ്മളെ കോട്ടൂർക്കുണം വരിക്ക മാവാണ്. ധാരാളം ഉണ്ട്. ഇപ്പൊ ഇത് വിളഞ്ഞ് പാകമാകാൻ തുടങ്ങി. വിളഞ്ഞ് പഴുത്തു തുടങ്ങി. നല്ല ഭംഗി. അതിൽ മാവിൻ്റെ മറ്റൊരു പ്രധാന വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്കൻ റെഡ് പൾമർ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. അതുകൊണ്ട് ഈ മാങ്ങ ഉണ്ടോ? ഇതൊക്കെ ഭയങ്കര വില കോസ്റ്റ്ലി ആയിട്ടുള്ള മാവാണ്. അതിൻ്റെ എല്ലാം കൊണ്ട ഗ്രാഫ്റ്റും ബഡ് തൈ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഈ ഇരിക്കുന്നത് ബ്രൂണോയ്ക്കിങ് എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ 4 കിലോളം വലിപ്പം. ബ്രൂണോയ്ക്കിങ് കൊണ്ട് 4 kg മാവുണ്ട്. അതായത് 4 kg ബ്രൂണോയ്ക്കിങ് ഒരു മാങ്ങ 4 കിലോളം വലിപ്പം വരും. കൊള്ളാം കേട്ടോ. അത് ശരിക്കും ചൈനക്കാരുടെ വീഡിയോയിലാണ് ഇങ്ങനെയുള്ള പിന്നെ ഈ ഇരിക്കുന്നത് R2 ഇട്ടു എന്ന് പറയും. ഇത് ഒരു മാങ്ങ 1 കിലോളം വലിപ്പം വരുന്നതാണ്. മാംഗോ R2 ഇട്ടു എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ ഇരിക്കുന്നതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി പെടുന്ന മാവുകളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. അതെ. ഇതെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 3 വർഷമൊക്കെ ആകുമ്പോൾ 3 വർഷമൊന്നും വേണ്ട. ഇതൊക്കെ കൊണ്ട ഗ്രാഫ്റ്റും ബഡ് തൈകളാണ്. ഇത് ഈ മാവൊക്കെ നമ്മൾ നട്ട് ഏകദേശം ഒരു വർഷം ആകുമ്പോൾ ഈ നാംഡോക്ക് പെട്ടെന്ന് കായ്ക്കുന്നതാണ്. നമുക്കിവിടെ കവറിൽ വരുമ്പോഴേ അതിൽ കാവുണ്ടാവും. ചെറുതിലെ കായ്ക്കുന്ന വെറൈറ്റി മാവുകൾ. അഖില, നമ്മുടെ നഴ്സറിയിൽ ഈ ഇരിക്കുന്നതാണ് കലപ്പാടി മാവ്. കലപ്പാടി മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് വലുതാകുന്ന മാവല്ല. ചെറുതിൽ നമുക്ക് ബാരലോണുകൾ നട്ട് കായ്പ്പിക്കാം. ആൾ സീസണാണ്. സീസണില്ലാത്തപ്പോൾ കുറച്ച് കായ്ക്കും, സീസണിൽ വളരെ കൂടുതൽ കായ്ക്കും. ഇത് പെട്ടെന്ന് കേട് സാധ്യത തീരെ ഇല്ലാത്ത, പുഴുക്കേട് വരാത്തൊരു വെറൈറ്റി മാവാണ്. ഇതിന് നാരില്ല. നല്ല മധുരമുള്ള ഒരു പ്രത്യേക വെറൈറ്റി പെടുന്ന മാവാണ് ഈ കലപ്പാടി. കലപ്പാടി മാവിൻ്റെ ചെറുതും വലുതുമായി നമുക്ക് 150 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ചെറുതും വലുതുമായ ധാരാളം പ്ലാന്റ് 150 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിന്റെ വലിപ്പം അനുസരിച്ച് കലപ്പാടി ആൾ സീസണാണ്. സീസണില്ലാതെ കായ്ക്കും, സീസണിൽ കൂടുതൽ കായ്ക്കും. നമുക്കിവിടെ ഈ അവക്കാഡോയുടെ തൈ ഇരിക്കുന്നില്ലേ? ഇത് ശരിക്കും ഇത്തിരി തണുത്ത ക്ലൈമറ്റിലല്ലേ നോർമലി? ഇല്ല, ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്ന ട്രോപ്പിക്കോ വെറൈറ്റി പെടുന്ന അവക്കാഡോയാണ് നമുക്കിപ്പോൾ ഈ നഴ്സറിയിലുള്ള. അതിൻ്റെ ഗ്രീൻ ടൈപ്പ് ഉണ്ട്, ഓവൽ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ പർപ്പിൾ വെറൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഗ്രീൻ ടൈപ്പാണ്. ഇത് കൊണ്ട ഗ്രാഫ്റ്റ് തൈയാണ്. നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്നതാണ്. ഈ തൈകൾ നമ്മൾ 450 രൂപയ്ക്കാണ്. അതെ. അതിന്റെ നോർമലി അവക്കാഡോ വന്നിട്ട് തണുത്ത ഒരു കാലാവസ്ഥയിലാണ്. പർപ്പിൾ വെറൈറ്റിയാണ്. പക്ഷെ നമുക്കിവിടെ എപ്പോഴും പർപ്പിൾ വെറൈറ്റി. ഇത് ആൾ സീസണാണ്. ആൾ സീസണായിട്ട് കായ്ക്കുന്ന വെറൈറ്റി പെടുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി അവക്കാഡോയാണ് ഈ ഇരിക്കുന്നത്. ഈ അവക്കാഡോയുടെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിൽ എല്ലാ ദിവസവും അവർ ഭക്ഷണത്തിനോട് ഉൾപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈ അവക്കാഡോ. അതായത് ഹൈ പ്രോട്ടീനാണ്. ഈ ജിമ്മിലൊക്കെ പോകുന്ന പിള്ളേർക്ക് ഈ കൃത്രിമമായിട്ട് പ്രോട്ടീൻ പൊടികൾ വാങ്ങി കഴിക്കാതെ ഈ അവക്കാഡോ പഴം ഒരെണ്ണം കഴിക്കാമെന്നുണ്ടെങ്കിൽ അത് മതി. അതായത് ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് കാലിൽ മുറിവുകൾ വന്നിട്ട് ഉണങ്ങാതിരിക്കാൻ, ഏത്
കാഠിന്യമേറിയ മുറിവ് ശരീരത്തിലുണ്ടെങ്കിൽ നിത്യവും ഈ അവക്കാഡോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുറിവ് വളരെ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് അവക്കാഡോ. അകലെ നമ്മുടെ നാട്ടിൽ തെങ്ങുകളെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒരു ക്ഷുദ്രജീവിയുണ്ട്, കൊമ്പഞ്ചെല്ലി, ചെമ്പഞ്ചെല്ലി. അതിനെ നമുക്ക് നിസ്സാരമായിട്ട് കെണിയിൽപ്പെടുത്തി കൊല്ലാൻ പറ്റുന്ന ഒരു ഫെറമോൺ ഫില്ല് ചെയ്ത ഒരു കെണി. ഇതാ ഈ ട്രാപ്പിനകത്ത് ഫെറമോൺ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് കെട്ടി ഇതിങ്ങനെ അടച്ച് ഇതിനകത്ത് വെള്ളം പകുതിയോളം വെള്ളം സോപ്പ് വെള്ളം കലക്കി ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സോപ്പ് വെള്ളത്തിൽ കിടന്നെങ്കിൽ ചത്തോളൂ. ഇതിനകത്ത് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആണ്, രണ്ടിനും സെപ്പറേറ്റ് ആണ്. കൊമ്പഞ്ചെല്ലിക്കും ചെമ്പഞ്ചെല്ലിക്കും സെപ്പറേറ്റ് ആണ് കണി. ഇതാണ്ട് നമ്മൾ ഇത് ചെമ്പഞ്ചെല്ലിയാണ്. ഈ കാണുന്നത് ചെമ്പഞ്ചെല്ലിയാണ്, ചെമ്പഞ്ചെല്ലിയുടെ ആണ്. ഇത് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ധാരാളം വിഴുന്ന് കിടപ്പുണ്ട്. ഇത് നമുക്ക് രാവിലെ പറക്കി ഇതിനകം കൊന്നുകളയാം. ഇത് ചെമ്പഞ്ചെല്ലിയുടെ ഫെർമോണാണ്. ഇത് വരുന്നതെല്ലാം ശരിക്കും ട്രാപ്പിൽ പെടും. ഇതിനകത്ത് ഈ ഫെർമോണിന്റെ മണം കേട്ടിട്ട് ഇത് വരുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മളെ കൊമ്പഞ്ചെല്ലിയെ ട്രാപ്പ് ചെയ്യുന്ന ഫെർമോണാണ് ഇതായി കാണുന്നത്. ഇത് കണ്ടോ വലുത്, ഇത് കണ്ടില്ലേ? ഇതിന് നമുക്ക് ഒന്നുകിൽ സോപ്പ് വെള്ളം കലക്കി വെച്ചാൽ തന്നെ അതിനകത്ത് കിടന്ന് ചത്തോളും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വെറുതെ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. വെള്ളം ഒഴിച്ച് വെച്ചില്ലാന്ന് തന്നെ പറന്നങ്ങ് പോകും. ഇതിനകത്ത് വന്നിട്ട് ഇതിങ്ങനെ വെള്ളത്തിൽ വീണ് കിടന്നോളൂ. ഇതാണ് സാധനം. ഇതിന്റെ ട്രാപ്പ് നമ്മുടെ നഴ്സറിയിൽ ധാരാളമുണ്ട്. നമ്മുടെ തെങ്ങുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ട്രാപ്പാണ് ഈ കൊമ്പഞ്ചെല്ലിയുടെ ചെമ്പഞ്ചെല്ലിയുടെ. ഇത് നമുക്ക് 350 രൂപ മുതലാണ്. 350 രൂപ അല്ല, 350 രൂപയാണ് ഇതിന്റെ ഈ ഫെർമോണിന്റെ കാറ്ററിഡ്ജും ഈ ബോക്സും രണ്ടും കൂടെ ചേർത്തിട്ട് 350 രൂപ. ഈ കാറ്ററിഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ അതൊരു 4 മാസത്തോളം കഴിയുമ്പോൾ നമുക്ക് അത് മാത്രമായിട്ട് പിന്നെ മാറ്റിയത്. പിന്നെ ഈ ബോക്സ് മാറ്റേണ്ട കാര്യമില്ല. ശരി. അപ്പൊ ഇത് താല്പര്യമുള്ളവരൊന്ന് വിളിച്ചാൽ മതി. നമുക്ക് ഇത് ദൂരെ ഡെലിവറി ഇല്ല, എല്ലാ നഴ്സറിയിലെ സെയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇന്നിവിടെ ഗ്രീൻസ് നഴ്സറിയിൽ വന്നപ്പോൾ ഇവിടെ വന്ന ഒരു കസ്റ്റമേഴ്സാണ് കേട്ടോ. നമുക്ക് അവരുടെ ഒരു അനുഭവം ചോദിക്കാം. ശരിക്കും എന്താ ഇവിടെ എങ്ങനെയാണ് വന്നത്? നമ്മൾ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ ഈ പ്ലാൻ ചെയ്ത 2-3 സ്ഥലങ്ങളിൽ പോയി അവരതൊക്കെ സംസാരിച്ചു. അപ്പം പൊതുവെ നല്ല ഫീഡ്ബാക്ക് ആണ് തന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഇന്നിപ്പോൾ നമുക്ക് പ്ലാൻസ് എല്ലാം സെലക്ട് ചെയ്തായിരുന്നു. എല്ലാം സെലക്ട് ചെയ്തു. ഏകദേശം 50 എണ്ണത്തോളം ഞങ്ങൾ സെലക്ട് ചെയ്തു. നിങ്ങൾ എത്ര ഏരിയയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഒരു 20 സെന്റ് അടുപ്പിച്ച് അവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് ചെയ്തു തരുവാണോ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യും? നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യണം. സ്ഥലം എവിടെ? പുന്നക്കുളം എന്ന് പറയും. ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഓക്കെ ആണോ? സാധാരണ ഞങ്ങൾ നഴ്സറിയിൽ പലയിടത്തും പോയി പലപ്പോഴും വാങ്ങിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ നല്ല തൈന് കുറച്ചുകൂടി പുഷ്ടിയുണ്ട്, കുറച്ചുകൂടി മോഡേൺ വെറൈറ്റീസ് കൂടുതലുണ്ട്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. മറ്റുള്ളിടത്തിൽ നിന്ന് ഇത്രയും ഹെൽത്തി ആയ തൈന് ഇവിടെ ഒരു റീസണബിൾ പ്രൈസ് ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന ഒരു കസ്റ്റമറിൻ്റെ റിവ്യൂ നമ്മൾ എടുത്തതാണ് കേട്ടോ. താങ്ക് യു.